PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയിൽ CPI നേതാക്കൾ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. കൂടിക്കാഴ്ച ആലപ്പുഴയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്തു തീരുമാനം മുഖ്യമന്ത്രിക്ക് അനുനയിപ്പിക്കാൻ ആയിട്ടുണ്ടോ? എന്തു തീരുമാനമാണ് ബിനോയ് വിശ്വം പിണറായി വിജയനുമായി നടത്തിയിട്ടുള്ള ഈ ചർച്ചയിൽ ഉണ്ടായതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ശ്യാം പ്രസാദ് തമ്മിലോട് ശ്യാം പറയൂ. മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഏകദേശം 3/4 മണിക്കൂർ നേരമാണ് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി തൊട്ടപ്പുറത്തെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോയി. അതിന് പിന്നാലെ തന്നെ മന്ത്രിമാരായ കെ രാജനും GR അനിലും മുഖ്യമന്ത്രിക്കൊപ്പം അനുഗമിച്ച് ആ മുറിയിലേക്ക് കയറുകയും ചെയ്തു. തൊട്ട് ഇപ്പുറത്താണ് സെക്രട്ടേറിയറ്റ് CPIയുടെ ചേരുക. ആ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ ഗസ്റ്റ് ഹൗസിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ആ സെക്രട്ടേറിയറ്റ് ചേരുന്ന മുറിയിലേക്ക് ബിനോയ് വിശ്വവും കടന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഉടൻ തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കാരണം പുന്നപ്രവയലാർ രക്തസാക്ഷി സമ്മേളനത്തിൻ്റെ സമാപനമാണ്. ആ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ബിനോയ് വിശ്വവും ഒരുമിച്ച് പങ്കെടുക്കേണ്ട ഒരു ചടങ്ങ് കൂടിയാണ്. ആ ചടങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് അല്പനിമിഷം കൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രിയും ഇറങ്ങും. ഒരുപക്ഷെ ഒരു പോസിറ്റീവായ ഒരു സാഹചര്യമാണ് ഈ യോഗശേഷം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് കെ രാജനും അതോടൊപ്പം തന്നെ GR അനിലും അനുഗമിച്ചിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്ത് സെക്രട്ടേറിയറ്റ് ഉടൻ CPIയുടെ ചേരും. അതിനുശേഷമായി ബിനോയ് വിശ്വവും ഈ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് ഈ പുന്നപ്രവയലാർ സമാപന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ടെത്തുക. സ്വാഭാവികമായിട്ടും ഒരു ബിനോയ് വിശ്വത്തിൻ്റെ ഒരു മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയെ ഒരുപക്ഷെ CPI ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ആ ആശങ്കകളും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടില്ല എന്ന ആ നിലപാടും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ നിലപാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇനി എന്തായിരിക്കും ഇനി CPIയുടെ സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനമെടുക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. PM ശ്രീ പദ്ധതി അത് തുടക്കം മുതലേ CPM-ഉം CPI-യും ഒരേപോലെ നഖശികാന്തം എതിർത്ത ഒന്നാണ്. ആ ഒരു പദ്ധതിയാണ് ഇപ്പോൾ CPM തിടുക്കപ്പെട്ട മുന്നണിയിൽ പോലും അറിയിക്കാതെ മന്ത്രിസഭയിൽ പോലും പറയാതെ അത് ഒപ്പിട്ട് നടപ്പാക്കിയത്. കൂടി തുടങ്ങിയിട്ടുള്ള കൂടിക്കാഴ്ചയാണ്, നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ഇപ്പോൾ സമയം 4:45 അടുക്കുകയാണ്. അതായത് ഏകദേശം 1 മണിക്കൂറിലധികം നേരം ആ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എപ്പോൾ നമ്മൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന, എന്താണ് അവിടെ നടന്നിട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം എന്നതിനെ പറ്റി എപ്പോൾ ഒരു സൂചന അറിയാനാകും? ഇപ്പോൾ തന്നെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുകയായിരിക്കും അവിടുന്ന് നേതാക്കൾ ചെയ്യുക. മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രി എന്തായാലും ഉടൻ തന്നെ ഇവിടെ നിന്നും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പോവുക ഇനി പുന്നപ്രവയലാർ രക്തസാക്ഷി സമാപന സമ്മേളന സ്ഥലത്തേക്കാണ്. ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. അവിടേക്ക് അല്പനിമിഷം കൂടി കഴിഞ്ഞാൽ പോകും. ആ സമ്മേളന വേദിയിൽ ബിനോയ് വിശ്വവും പങ്കെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ CPIയുടെ സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ തൊട്ടപ്പുറത്തെ മുറിയിൽ ചേരുന്നുണ്ട്. ആ സെക്രട്ടേറിയറ്റ് കൂടി ചേർന്ന ശേഷമായിരിക്കും ഇവിടെ നിന്ന് ബിനോയ് വിശ്വം ഈ സമാപന സമ്മേളന സ്ഥലത്തേക്ക് നീങ്ങുക. നിലവിൽ ഒരു പോസിറ്റീവായ ഒരു അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രി പോയതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി മുറിയിലേക്ക് GR അനിലും കെ രാജനും മുഖ്യമന്ത്രിക്കൊപ്പം അനുഗമിച്ചങ്ങ് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI തങ്ങളുടെ വിയോജിപ്പുകളും എതിർപ്പുകളുമെല്ലാം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ പങ്കുവെക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇത്ര തിടുക്കപ്പെട്ട ഈ പദ്ധതി ഒപ്പുവെച്ചതിന് അത് ആ രീതി തന്നെയാണ് CPI ഇപ്പോഴും മുഖ്യമന്ത്രി മുമ്പാകെ പറഞ്ഞിട്ടുണ്ടാകുക. മന്ത്രിസഭയിൽ അറിയിക്കാതെ മുന്നണിയിൽ പോലും പറയാതെ ഇങ്ങനെയൊരു പദ്ധതി പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഒപ്പുവെച്ചത് എന്തിന് എന്ന ചോദ്യം. മറ്റൊന്ന്, ഇരു പാർട്ടികളുടെയും ആശയപരമായ നിലപാടിന് വിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ബിനോയ് വിശ്വം പങ്കുവച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി CPIയുടെ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. സെക്രട്ടേറിയറ്റ് ചേർന്ന് ഇത് സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നതാണ് ഇനി കൈക്കൊള്ളുക. ഒരുപക്ഷെ വരുന്ന 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതിനൊരു കൃത്യമായൊരു തീരുമാനം എത്തിയില്ല എങ്കിൽ ആ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാരെ വിട്ടുനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഒരുപക്ഷെ നടത്തിയേക്കും. ഇനി അങ്ങോട്ടുള്ള മന്ത്രിസഭാ യോഗങ്ങളിൽ ഒരുപക്ഷെ മന്ത്രിമാരെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള ശ്രമവും ഒരുപക്ഷെ CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ, അതിൻ്റെ ഭാഗമാകാൻ CPI ഇല്ല എന്ന നിലപാട് തന്നെയാണ് CPIക്ക് എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ഒന്നടങ്കം ഉള്ള നിലപാട്.
ശരി, ശ്യാമിലേക്ക് മടങ്ങിയെത്താം. AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പമുണ്ട്. സ്റ്റെഫിൻ, ആകാംക്ഷയുടെ നിമിഷങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇപ്പോഴും എന്താണ് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തീരുമാനം, അനുനയ നീക്കം അത് ഫലം കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ശ്യാം അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തോന്നുന്നു എന്നുള്ളതാണ്. അവിടെ നിന്നും മന്ത്രിമാരൊക്കെ മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നതൊക്കെ വെച്ച് വിലയിരുത്തിക്കൊണ്ട് ശ്യാം അവിടെ നൽകുന്ന വിവരങ്ങൾ. അങ്ങനെ ഒരു പോസിറ്റീവ് തീരുമാനം CM-ന്റെ ഭാഗത്ത് നിന്നും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താകും CPI പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക? അക്ഷയ, ഏതായാലും ഒരു സമവായം മാത്രമാണ് രണ്ട് പാർട്ടികൾക്ക് മുന്നിലുള്ള ഒരു വഴി. അല്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ പ്രതിസന്ധി മുന്നണിക്കുണ്ടാക്കും എന്ന് CPIക്കും CPM-നും അറിയാം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരുപക്ഷെ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകുക ഒരു ഉറപ്പ് തന്നെയായിരിക്കും. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം PM-ശ്രീയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കില്ല എന്നൊരു കാര്യമായിരിക്കും മുഖ്യമന്ത്രി CPI സംസ്ഥാന സെക്രട്ടറി മന്ത്രിമാരെ എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ ഇതായിട്ടുള്ള ആശങ്കകൾ അത് മുഖ്യമന്ത്രിയെ കൃത്യമായി തന്നെ ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ മന്ത്രി V. ശിവൻകുട്ടി വന്നപ്പോഴും അവർ പറഞ്ഞത് ഈ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഈ സിലബസിലും അതോടൊപ്പം മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ആ പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഗുരുതരമായി അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് അവർ പറഞ്ഞത്. അത് തന്നെ ഇവിടെയും ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഏതായാലും നിലവിൽ ഈ പദ്ധതിയുമായി ഒരു തിടുക്കപ്പെട്ട് മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് ഒരു പക്ഷേ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നൽകിയിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇനി കാര്യങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും CPIയും ശ്രമിക്കുക. കാര്യം കൂടുതൽ വഷളായി കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിൽ അടക്കം ബാധിക്കാനുള്ള സാധ്യത രണ്ട് പാർട്ടികളും മുന്നിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ഇനി എന്ത് തീരുമാനം CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വരും എന്നുള്ളതാണ് നമ്മളേറെ ഉറ്റുനോക്കുന്നത്. ആ രാഷ്ട്രീയ ആകാംക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഒപ്പം തന്നെ ഇന്ന് മുഖ്യമന്ത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും ഒന്നിച്ച് വേദി പങ്കിടുന്നുണ്ട്. ആ വേദിയിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്നുണ്ട്. NEP ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ല എന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് നൽകിയതിൽ ഈ നിലവിൽ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിലവിലെ നിലപാടിൽ നിന്നും അത് CPI ഏതെങ്കിലും തരത്തിൽ അനുനയ നീക്കത്തിന് തയ്യാറായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. എന്നാലും ആകാംക്ഷയുടെ നിമിഷങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം.